വീട് കയറിയുള്ള പ്രചാരണത്തിന് സ്ഥാനാർത്ഥിയില്ലെങ്കിലും പ്രചരണത്തിൽ ഏറ്റവും മുന്നിൽ തന്നെയാണ് അതിരമ്പുഴ പഞ്ചായത്തിലെ 17ാം വാർഡിൽ മത്സരിക്കുന്ന ഓമന ബാലകൃഷ്ണൻ. LDF പാനലിൽ CPI പ്രതിനിധിയായി നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്ന ദിനത്തിൽ ഉണ്ടായ വാഹനാപകടത്തിൽ കാലിന് സാരമായി പരിക്കേറ്റ ഓമന ബാലകൃഷ്ണൻ വീട്ടിൽ വിശ്രമത്തിലാണ്. സ്വന്തം കാര്യങ്ങൾക്ക് പോലും പരസഹായം വേണ്ടുന്ന നിലയിലാണ് ഇപ്പോൾ ഇവർ. എന്നാൽ ഇവർ തെരഞ്ഞെടുപ്പ് പ്രചരണം സംബന്ധിച്ച് ഒട്ടും ആശങ്കയിലല്ല. വാർഡിലെ ആളുകൾ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമായി തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നതായാണ് ഓമന ബാലകൃഷ്ണൻ പറയുന്നത്. എൻ്റെ പേര് ഓമന ബാലകൃഷ്ണൻ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാം. ഞാനിവിടെ 17ാം വാർഡിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ തലേ ദിവസം ഞാൻ വണ്ടിയായിട്ട് ഒരു കുഴിയിലോട്ട് വീണ് എൻ്റെ കാലിന് പൊട്ടലുണ്ടായി. അത് കാരണം വോട്ടർമാരെ നേരിട്ട് എല്ലാവരെയും സന്ദർശിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. എങ്കിലും ഞാൻ ഒരു റൗണ്ട് എല്ലാ വീടുകളിലും ചെന്ന് എന്നെ പരിചയപ്പെടുത്തിയിരുന്നു. പക്ഷേ എൻ്റെ സഹപ്രവർത്തകരും പാർട്ടിക്കാരും എനിക്ക് വേണ്ടി കട്ടയ്ക്ക് നിന്ന് എനിക്ക് വേണ്ടി സഹായിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. എന്നാലും ഈ നാടിന് വേണ്ടി നിങ്ങൾക്കറിയാം, ഞാൻ CDS മെമ്പറാണ്. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എല്ലാ കാര്യത്തിനും എല്ലാ വീടുകളിലും കയറി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ നാട്ടിലറിയാം. 45 വർഷമായിട്ട് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. വിജയിപ്പിച്ച നമ്മുടെ ഈ വാർഡിൻ്റെ പരിതാപകരമായ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതെല്ലാം നിങ്ങളോട് ഒത്തുചേർന്ന് നിന്നുകൊണ്ട് എനിക്ക് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും. 45 വർഷമായി പ്രവർത്തിച്ചു പോരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ നേടിയ കരുത്തും ആത്മവിശ്വാസവും സമൂഹത്തോടുള്ള കടപ്പാടുമാണ് ജനപ്രതിനിധി എന്ന നിയോഗം ഏറ്റെടുക്കുന്നതിനുള്ള കാരണമെന്ന് ഇവർ പറയുന്നു. കൃത്യമായ ഇടവേളകളിൽ വീട്ടിൽ തന്നെ ഒത്തുചേർന്നാണ് പ്രവർത്തകർ പ്രചരണത്തിന്റെ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതും വിലയിരുത്തുന്നതും. NDA സ്ഥാനാർത്ഥിയായി അജിത സുനിലും UDF സ്ഥാനാർത്ഥിയായി ഓമന സജിയുമാണ് മത്സരരംഗത്തുള്ളത്.